ഗംഗാവാടി പുഴയിലെ ഷിരൂറിൽ മണ്ണിടിച്ചിലിൽ കാണാതായ അർജുൻ ഉൾപ്പെടെ ഉള്ളവർക്ക് വേണ്ടിയുള്ള തെരച്ചിലിന് ഡ്രഡ്ജർ എത്തിച്ചിരിക്കുന്നു. ഗോവയിൽ നിന്ന് കൊണ്ടുവന്ന ഡ്രഡ്ജർ ഇപ്പോൾ ഷിരൂർ അഴിമുഖത്ത് നങ്കൂരമിട്ട് നിൽക്കുകയാണ്. നമ്മൾ ഈ കാണുന്ന പാലം കടക്കാൻ കഴിയാത്തതിനാൽ ഇപ്പോൾ ഈ ഡ്രഡ്ജർ ഇവിടെ നങ്കൂരമിട്ട് നിൽക്കുന്നു. വൈകിട്ടോടെ ഇവിടെ വേലിയിറക്ക സമയമാവും. വേലിയിറക്ക സമയത്താണ് ഡ്രഡ്ജർ ഈ പാലത്തിനടിയിലൂടെ ഈ അപകടം നടന്ന സ്ഥലത്തേക്ക് എത്തുക. നമ്മളിപ്പോൾ ഈ ഡ്രഡ്ജറിൻ്റെ ഏറ്റവും അടുത്ത് എത്തിയിരിക്കുന്നു. അതിൻ്റെ ഏറ്റവും അടുത്തു നിന്നുള്ള ദൃശ്യങ്ങളാണ് ഇപ്പോൾ നമുക്ക് കാണാൻ കഴിയുന്നത്. ഈ ഡ്രഡ്ജർ അവിടെ എത്തിച്ച് പുഴയിൽ നിന്ന് കല്ലും മണ്ണും നീക്കം ചെയ്താൽ ഈ ദൗത്യം വിജയിക്കും എന്നൊരു പ്രതീക്ഷയാണ് ഈ ദൗത്യ സംഘത്തിനും അതോടൊപ്പം തന്നെ കുടുംബാംഗങ്ങൾക്കുമൊക്കെ ഉള്ളത്. ഈ ലോറി കണ്ടെത്താൻ ഇനി കല്ലും മണ്ണും നീക്കം ചെയ്താൽ മാത്രമേ സാധ്യമാവൂ എന്നതിൻ്റെ അടിസ്ഥാനത്തിൽ ഓഗസ്റ്റ് 16-ന് താൽക്കാലികമായി ഈ തെരച്ചിൽ അവസാനിപ്പിച്ചിരുന്നു. അന്ന് ഡ്രഡ്ജർ എത്തിക്കും എന്നാണ് പറഞ്ഞിരുന്നത്. കാലാവസ്ഥ അനുകൂലമല്ലാത്തതിനാൽ ഡ്രഡ്ജർ എത്തിക്കുന്നത് വൈകുകയായിരുന്നു. ഇപ്പോൾ അനുകൂലമായ കാലാവസ്ഥയാണ്. ഈ ഡ്രഡ്ജർ ഇവിടെ അഴിമുഖത്ത് എത്തിയിട്ടുണ്ട്. അഴിമുഖത്ത് അതിൻ്റെ പാലം നമുക്ക് കാണാൻ കഴിയും. ഇങ്ങനെ 2 പാലങ്ങളാണ് ഇവിടെ ഉള്ളത്. ഈ പാലത്തിൻ്റെ ഉയരം കുറവായതിനാൽ ഡ്രഡ്ജറിന് ഈ സമയത്ത് ഈ പാലം കടക്കാൻ കഴിയില്ല. ഈ പാലം കടക്കാൻ കഴിയണമെങ്കിൽ വേലിയിറക്ക സമയമാവണം, വെള്ളത്തിൻ്റെ അളവ് കുറയണം. അങ്ങനെ വൈകുന്നേരമാവുമ്പോഴാണ് ഇവിടെ വേലിയിറക്ക സമയമുണ്ടാവുക. ആ വേലിയിറക്ക സമയത്ത് ഈ ഡ്രഡ്ജർ പാലം കടന്നു പോവാൻ കഴിയും. ആ സമയം വരെ ഇവിടെ ഇത് നങ്കൂരമിട്ട് നിൽക്കും. അതിനുശേഷം ഇന്ന് ഈ ഷിരൂറിൽ അപകടം നടന്ന സ്ഥലത്തേക്ക് ഇത് എത്തും. ഇന്ന് 4:30 കൂടിയായിരിക്കും ഇവിടെ എത്തുക. ഇവിടെ നിന്ന് ഇത് പുറപ്പെടുക 1.5 മണിക്കൂർ വേണ്ടിവരും എന്നാണ് മനസ്സിലാവുന്നത്. അങ്ങനെയാണെങ്കിൽ ഒരു 6 മണിയോടുകൂടി തന്നെ ഷിരൂറിലെത്തും. നാളെ രാവിലെ തന്നെ ഇവിടെ ദൗത്യം ആരംഭിക്കാൻ കഴിയും. കല്ലും മണ്ണും നീക്കം ചെയ്യുക എന്നതാണ് പ്രധാനമായ ദൗത്യം. കല്ലും മണ്ണും നീക്കം ചെയ്തു കഴിഞ്ഞാൽ പൂർണ്ണമായും ഈ ലോറിയെ കണ്ടെത്താനാവും. ലോറി പൊക്കിയെടുക്കാൻ കഴിയും എന്നാണ് വിശ്വസിക്കുന്നത്. ഇപ്പോൾ നമുക്ക് കാണാൻ കഴിയുന്നത് പോലെ ഒരു മണ്ണുമാന്തി യന്ത്രം, അതോടൊപ്പം തന്നെ ഈ ഡ്രഡ്ജറിനെ ഉറപ്പിച്ചു നിർത്താൻ കഴിയുന്ന അതിൻ്റെ ഉപകരണങ്ങൾ അടങ്ങിയതാണ് ഈ ഒരു സംവിധാനം എന്ന് പറയുന്നത്. ഇതിനകത്ത് പുഴയിൽ നിന്നുകൊണ്ട് ഇവിടെ വെള്ളവും മണ്ണും കല്ലും ഒക്കെ നീക്കം ചെയ്യാൻ കഴിയുന്ന യന്ത്രം, ആ യന്ത്രം എത്തിയാൽ പൂർണ്ണമായും ഈ പുഴയിൽ നിന്ന് ഇത് നീക്കം ചെയ്ത് മണ്ണും കല്ലും നീക്കം ചെയ്ത് ഈ ലോറിയെ കണ്ടെത്താനാവും. ആ ദൗത്യം വിജയിക്കും എന്ന ഒരു പ്രതീക്ഷ പുലർത്തുന്നുണ്ട് ദൗത്യ സംഘവും അതോടൊപ്പം തന്നെ കുടുംബാംഗങ്ങളും. നമുക്ക് ഏറ്റവും അടുത്ത് നിന്ന് വിപിൻ ഇതിൻ്റെ പുഴയിൽ നിന്നിൻ്റെ തൊട്ടടുത്ത് ഈ ഡ്രഡ്ജറോട് ചേർന്ന സ്ഥലത്താണ് ഇപ്പോൾ ഇതിൻ്റെ ദൃശ്യങ്ങൾ പകർത്തിക്കൊണ്ടിരിക്കുന്നത്. ഈ പുഴയിൽ, ഗംഗാവാലി പുഴയിൽ ഒരു പ്രത്യേകമായൊരു തോണിയിൽ നമ്മൾ ഈ ഡ്രഡ്ജറിൻ്റെ അടുത്തെത്തിയിരിക്കുകയാണ്. ഈ തോണിയിൽ നിന്നുകൊണ്ടാണ് നമ്മളിപ്പോൾ ഇതിൻ്റെ ദൃശ്യങ്ങൾ പകർത്തുന്നത്. എന്നോടൊപ്പം വിപിനുണ്ട്. വിപിനാണ് ഇതിൻ്റെ ഏറ്റവും അടുത്ത ദൃശ്യങ്ങൾ പകർത്തിക്കൊണ്ടിരിക്കുന്നത്. നമ്മൾ നേരത്തെ ചൊവ്വാഴ്ചയാണ് ഈ ഡ്രഡ്ജർ ഗോവയിൽ നിന്ന് കൊണ്ടുവന്നിരുന്നത്. കാലാവസ്ഥ അനുകൂലമല്ലാത്തതിനാൽ പല സ്ഥലത്തും അത് നങ്കൂരമിട്ട് നിൽക്കേണ്ടി വന്നു. ഇന്നലെ രാത്രിയോടുകൂടിയാണ് കാർവാറിൽ നിന്ന് ഇത് പുറപ്പെട്ടത്. ഇന്ന് രാവിലെ ഇവിടെ എത്തിയിരിക്കുന്നു. ഇവിടെ എത്തിക്കഴിഞ്ഞതിന് ശേഷം ഈ പാലം കടക്കാൻ കഴിയാത്തൊരു സാഹചര്യമുണ്ടായി. ആ പാലം കടക്കാൻ കഴിയാത്തതുകൊണ്ടാണ് ഇപ്പോൾ ഇവിടെ നങ്കൂരമിട്ട് നിൽക്കുന്നത്. വൈകുന്നേരത്തോടു കൂടി വേലിയിറക്ക സമയമാവും. വേലിയിറക്ക സമയമായി കഴിഞ്ഞാൽ പാലം കടന്നു പോകാനാവും എന്നാണ് കണക്കൂട്ടുന്നത്. ഇപ്പോൾ പാലത്തിൻ്റെ ഉയരം ഇത് പരിശോധിക്കുന്നുണ്ട്. ഉയരം പരിശോധിച്ച് ഈ ഡ്രഡ്ജർ കടന്നു പോകാൻ കഴിയുന്ന ഒരു സാഹചര്യമാണോ എന്നതാണ് ഇനി പഠിക്കുക. അതുമായി ബന്ധപ്പെട്ട് ഡ്രഡ്ജർ കമ്പനിയുടെ സാങ്കേതിക വിദഗ്ധരൊക്കെ ഇവിടെ എത്തി അവർ അതിൻ്റെ പരിശോധന നടത്തുന്നുണ്ട്. എന്തായാലും ഇന്ന് വൈകിട്ടോടെ സന്ധ്യയോടെ ഇത് അപകടം നടന്ന ഷിരൂറിൻ്റെ എത്തും. നാളെ ഈ തെരച്ചിൽ ആരംഭിക്കും. ഇപ്പോൾ പുഴ ഏറ്റവും അനുകൂലമായ ഒരു സാഹചര്യമാണ്. ഏറ്റവും അനുയോജ്യമായ ഒരു സാഹചര്യത്തിലാണ് ഇപ്പോൾ പുഴയുള്ളത്. അടിയൊഴുക്ക് വളരെ കുറവാണ്. അതുകൊണ്ട് തന്നെ ഡ്രഡ്ജർ എത്തി മണ്ണും കല്ലും നീക്കം ചെയ്യുന്നതോടുകൂടി തന്നെ ഇത് കണ്ടെത്താനാവുമെന്നൊരു പ്രതീക്ഷ വെച്ച് പുലർത്തുന്നുണ്ട്. ഏറ്റവും അടുത്ത ദൃശ്യങ്ങളാണ് ഇപ്പോൾ നമ്മൾ കാണുന്നത്. നമ്മൾ നേരത്തെ സൂചിപ്പിച്ചതുപോലെ മണ്ണുമാന്തി യന്ത്രമുണ്ട്. അതോടൊപ്പം തന്നെ ഇത് അവിടെ ഉറപ്പിച്ചു നിർത്തുന്നതിനാവശ്യമായ അതിൻ്റെ ഉപകരണങ്ങളുണ്ട്. അതടങ്ങിയ ഒരു സംവിധാനമാണ് ഈ ഡ്രഡ്ജർ. ആ ഡ്രഡ്ജറിൽ നിന്നുള്ള ഏറ്റവും അടുത്താണ് നമുക്ക് കണ്ടെത്താൻ കഴിയും. 3 പേരെയാണ് ഇനി കണ്ടെത്താനുള്ളത്. ഈ വലിയ അപകടത്തിൽ 10 പേരെയാണ് കണ്ടെത്താനുള്ളത്. ഈ 3 പേരെക്കുറിച്ചുള്ള സൂചനകൾ ഈ ഡ്രഡ്ജറിൻ്റെ പരിശോധനയോടുകൂടി ഉണ്ടാവുകയാണ്.